എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചായിട്ടാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടൊരു ക്രാബ് കറിയാണ് കേട്ടോ നമ്മളതിൽ കാണിക്കണം. പിന്നെ അന്നത്തെ ദിവസത്തെ കാലത്തെ മുതലേ ഈവനിങ് വരെയുള്ള കുറച്ച് സംഭവങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അന്ന് വീഡിയോ എടുക്കണതിൻ്റെ തലേന്നത്തെ രാത്രിക്കത്തെയാണ്. അപ്പോൾ കാലത്ത് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് നമ്മൾ ദോശമാവ് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കാലത്തൊക്കെ എഴുന്നേക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആബി ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ ആ നേരത്ത് നമ്മളപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദോശയിലേക്ക് നമ്മൾ മറ്റേ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത് മുന്നേ തന്നെ കുറേ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ കാണിക്കണില്ല. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച്, പിന്നെ കുറച്ച് ഇഞ്ചി, അതേപോലെ ഒരു പച്ചമുളക് കീറിയതും ഇട്ട് അതൊന്ന് നല്ലൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവോളയും കൂടി ഇട്ടിട്ടു. പിന്നെ അധികം ഉണ്ടാക്കണില്ല കേട്ടോ, കാലത്തേക്ക് മാത്രമല്ല ഉണ്ടാക്കണം, അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ സവോളൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിക്കുക കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെന്തിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ഇട്ടിട്ട് ആ തക്കാളിയും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന നേരത്ത് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ആ ഉരുളക്കിഴങ്ങ് ഇടുക, മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മറ്റേ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ കറി സെറ്റായി കേട്ടോ. അപ്പോൾ പിന്നെ ആബി ഡ്യൂട്ടിക്ക് പോകണ കാരണം പിന്നെ ആ നേരത്ത് തന്നെ ഞാനും മുന്നേയും കൂടെ ഞങ്ങൾ മൂന്നാളും കൂടെ ഒപ്പം തന്നെ ആയിട്ടായിരുന്നു കഴിച്ചത്. പിന്നെ മുന്നേ അപ്പോൾ ആ നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മൂന്നാളും കൂടിയിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനിരുന്ന്. അങ്ങനെ പിന്നെ കാലത്തെ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കൽക്കുള്ള പരിപാടിക്കാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കൽക്ക് ക്രാബ് കറിയായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്ത് ചെയ്തു, തിരുമ്പാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രാബിൻ്റെ പണിക്ക് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു സൂപ്പർ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അതൊന്ന് ഒഴിച്ച് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിയിട്ട് ക്രാബ് കറി. പക്ഷേ അതിലേക്ക് നമ്മൾ കഴിച്ചത് കുബൂസാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുബൂസും ഈ ഒരു ക്രാബ് കറിയും കൂടിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ സബോളൊക്കെ ഒന്ന് വഴണ്ടി വരുന്നുണ്ട്. അതിലേക്ക് പച്ചമുളകും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതെല്ലാം ഒന്നൊരു പച്ചമണമൊക്കെ മാറി വരുന്ന ടൈമിൽ നമ്മളൊരു തക്കാളി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ട് വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ മല്ലിയില ഇട്ടിട്ടില്ല, പുതിന മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പുതിന ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മസാലപ്പൊടികൾ, അതേപോലെ എന്താ പറയുക, മല്ലിപ്പൊടി, മുളകും പൊടി, അതേപോലെ ഗരം മസാല, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രാബും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് ഒന്നൊരു കുറച്ച് നേരം തെറ്റി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചോ, അല്ലെങ്കിൽ പിന്നെ ക്രാബിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവാൻ വെക്കുക കേട്ടോ. അപ്പോൾ അന്ന് വെന്ത് വരണ ആ ഒരു തരി നേരമുള്ളൂ. അപ്പോൾ ഇനി ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമ്മൾ ആ കറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കറിയിലേക്ക് നമ്മൾ തേങ്ങാപ്പാലുണ്ടല്ലോ, കുറച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ക്രാബ് കറി വെച്ച് നോക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ
അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം ക്രാബ് കറി വെക്കുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കി കേട്ടോ. ഇത് എല്ലാവരും ചെയ്യുമോ എന്തായാലും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ക്രാബ് കറിയൊക്കെ കഴിഞ്ഞു, ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് എന്താ പറയുക, റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക കാര്യങ്ങൾ, അങ്ങനത്തെ പണിക്കാണ് കേട്ടോ പിന്നെ നിന്നത്. പിന്നെ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഫ്രഷായി. പിന്നെ അപ്പത്തിനും പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന ടൈമും ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും ഫ്രഷൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ പിന്നെ ഉച്ചക്കത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുബൂസായിട്ടാണ് കഴിച്ചത്. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളിപ്പോൾ ബിരിയാണിയും അതേപോലെ എന്താ പറയുക നെയ്ച്ചോറ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അന്ന് ഈ കറിയിലേക്ക് കുബൂസ് കഴിക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ കുബൂസ് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു കറിയിലേക്ക് കുബൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കാര്യമായിട്ട് പറയാം കേട്ടോ, എന്തായാലും ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കിയിട്ട് കുബൂസും വെച്ച് കഴിച്ച് നോക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ കണ്ട് കഴുകാൻ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈവനിങ്ങിൽ എന്ത് ചെയ്തു, പുറത്തേക്ക് പോവാണ് കേട്ടോ. പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പോൾ നമ്മളവിടെ ഷോപ്പിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞു, സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ കയറാനുള്ള പരിപാടിയാണ്. അങ്ങനെ പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മേലേക്ക് പോവാണ്. നമ്മൾ കുറേ ടൈമുണ്ട് ഇനി ആവി വരാൻ. പിന്നെ ഉള്ള ടൈം നമ്മൾ വെറുതെ അവിടെ ഇങ്ങനെ കറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ കറങ്ങുകയാണെങ്കിലും വെറുതെ ഇങ്ങനെയൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മൾ പെണ്ണുങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു സംഭവമായിട്ട്, നമ്മളിപ്പോൾ അത് വാങ്ങിയില്ലെങ്കിലും എല്ലാം ഒന്ന് നടന്ന് കണ്ട് ഒന്ന് നോക്കണത് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എല്ലാം ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കണ പരിപാടിയാണ് പിന്നെ ഉണ്ടായിരുന്നത്.
ഒരുപാട് ന്യൂ കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല കളക്ഷൻസുകൾ വന്നിട്ടുണ്ട്. പിന്നെ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ വിൻ്റർ ഡ്രസ്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് നല്ല അടിപൊളി മോഡലുകളായിട്ട് നല്ല രസമുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനത്തെ നല്ല ശ്രഗുകളും വെറൈറ്റി ശ്രഗുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും മുന്നേ അവിടെ നോക്കി നിൽക്കുന്ന ടൈമിൽ ആബി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയും ചെയ്ത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളത് ബില്ലിൻ്റെ അവിടേക്ക് പോവാണ്, ബില്ലിങ്ങിന് പോവാണ്. അങ്ങനെ നമ്മളവിടെയൊക്കെ കറങ്ങി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് ഫുള്ളൊന്ന് കറങ്ങി ഇങ്ങനെ കാണാം. നമ്മൾ വാങ്ങിയില്ലെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അതെല്ലാവർക്കും. അപ്പോൾ അതേപോലെയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ബില്ലിടണം, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് എന്ത് ചെയ്തു, കരക്ക് കുടിക്കാൻ നിർത്തി. അങ്ങനെ കരക്ക് കുടിക്കാൻ പോയിട്ട് വാങ്ങിച്ച് തരുന്ന വഴിക്ക് ഉന്നക്കായും അതേപോലെ ഉന്നക്കായുടെ പോലെ തന്നെ ചിക്കൻ ഉള്ളി വെച്ചിട്ടുള്ളൊരു സംഭവം വാങ്ങിച്ചു കൊടുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക, ഉന്നക്കായയുടെ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ അരിയിൽ ചിക്കൻ ഉള്ളിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവിടുന്ന് തന്നെ നമ്മളെ അട പൊരിച്ചിട്ടുള്ളൊരു സംഭവം കഴിച്ചിട്ടാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതപ്പോൾ റൂമിലേക്ക് എത്തി. പിന്നെ ഇനിയിപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കണ പരിപാടിയാണ് ഇനിയുള്ളത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അതായത് ബോക്സുകൾക്കും ഒക്കെ ആക്കി വെക്കുകയാണ് ഇന്നത്തെ പണി. പച്ചമുളക് എടുത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ ആ ഒരു ഞെട്ടി ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ട് വെക്കണമെങ്കിൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ ചെയ്യാണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മല്ലിയിലയും അതേപോലെ പുതിന അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കഴുകാണ്ട് നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ വേര് കളഞ്ഞതിന് ശേഷം പിന്നെ ഇതേപോലെ ചെറുതാക്കിയിട്ട് നുറുക്കുക. അത് നുറുക്കിയതിന് ശേഷം നമ്മളൊരു എന്താ പറയുക എയർ ടൈറ്റുള്ള ഒരു ബോക്സിൽ വെക്കുക. എന്താ പറയുക, കഴുകരുത് കേട്ടോ. കഴുകാണ്ട് എടുത്തിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്കത് ചെയ്യാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും വല്ല പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം, ഇനിയിപ്പോൾ വല്ല നൈസ് നമ്മൾ തുണി ഉണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളത്തുണി അങ്ങനത്തെ തുണി അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ കുറേ ടൈം ഇരിക്കും കേട്ടോ. ഇത് ഉമ്മ ചെയ്യണ കണ്ടിട്ടാ ഞാനിപ്പോൾ ഈ ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ ദിവസം ഈ ഒരു എന്താ പറയുക പുതിയനും മല്ലിയിലൊക്കെ പെട്ടെന്ന് നാശമാവുമല്ലോ, അപ്പോൾ കുറേ ദിവസം നമുക്കത് നാശമാവാണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.